പാലക്കാട് പന്നിയങ്കരയിലെ ടോൾ പിരിവ് സംബന്ധിച്ച് തിരുവനന്തപുരത്ത് നടന്ന ചർച്ച പരാജയം. പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കുന്ന കാര്യത്തിൽ നിന്ന് പിറകോട്ടില്ലെന്ന് ടോൾ കമ്പനി അധികൃതർ വ്യക്തമാക്കി. എന്നാൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാൻ അനുവദിക്കില്ലെന്ന് മന്ത്രിമാരും MLA-മാരും കരാർ കമ്പനി അധികൃതരെ അറിയിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി സച്ചിൻ ചേരുന്നുണ്ട്. സച്ചിൻ, നിലവിൽ നേരത്തെ തന്നെ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കില്ല എന്ന് വലിയ സമരങ്ങൾ CPM അടക്കം അവിടെ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ എന്താണ് ഈ കമ്പനി ഇത്ര കടുംപിടുത്തം സ്വീകരിക്കുന്നത്? എന്താണ് ഇപ്പോൾ MLA-മാരും മന്ത്രിമാരും ഈ സംബന്ധിച്ച് അറിയിച്ച മറ്റു കാര്യങ്ങൾ? സിജു, ടോൾ പിരിവുമായി മുന്നോട്ട് പോകും എന്ന കാര്യം തന്നെയാണ് ടോൾ കമ്പനി അധികൃതർ ഇന്ന് തിരുവനന്തപുരത്ത് മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ MLA-മാരടക്കം പങ്കെടുത്ത ചർച്ചയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഇത് ഒരിക്കലും അനുവദിക്കാനാകില്ല എന്ന ഒരു നിലപാടിൽ തന്നെയായിരുന്നു സംസ്ഥാന സർക്കാരും മന്ത്രിമാരും MLA-മാരും. തുടർന്ന് ഇനിയൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ നിലവിലുള്ള സ്ഥിതി തുടരണം എന്നും MLA-മാരും അതുപോലെ തന്നെ മന്ത്രിമാരും ടോൾ കമ്പനി അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ടോൾ പിരിവ് ആരംഭിക്കും എന്ന ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ടോൾ കമ്പനി അധികൃതർ. ഇതിനെ തുടർന്ന് ശക്തമായ പ്രതിഷേധം ടോൾ പിരിക്കൽ സച്ചിൻ, നേരത്തെ ഈ വലിയ പ്രതിഷേധത്തെ തുടർന്ന് ഈ ടോൾ പിരിവ് നിർത്തിവച്ചിരിക്കുകയായിരുന്നു ഏകദേശം ഒരു മാസത്തെ കാലത്തോളം. പക്ഷെ വീണ്ടും ഇവർ എന്നു മുതലാണ് ഈ പിരിവ് തുടങ്ങുമെന്ന് പറയുന്നത്, ടോൾ പിരിവ്? സിജു, ജൂലൈ 1 മുതൽ ടോൾ പിരിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ നിലവിൽ ഏത് ദിവസം മുതൽ ടോൾ പിരിക്കുമെന്ന കാര്യം ടോൾ കമ്പനി അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ ടോൾ പിരിവിൽ നിന്ന് പിന്മാറില്ല എന്നൊരു കാര്യം തന്നെയാണ് യോഗത്തിൽ അവർ ഉന്നയിച്ചിട്ടുള്ളത്. ഇതാണ് നിലവിൽ ഒരു തീരുമാനമാകാതെ പിരിഞ്ഞത്. ഇതിന് ടോൾ കമ്പനി അധികൃതരുമായിട്ട് ഇനി ചർച്ച ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ പോലും സംശയമുള്ള രീതിയിലാണ് അവസാനിച്ചത് എന്നാണ് ജനപ്രതിനിധികൾ വ്യക്തമാക്കിയത്. എന്നാൽ ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ്, ടോൾ പിരിവ് ആരംഭിച്ചാൽ ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് CPM അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ അറിയിച്ചിട്ടുള്ളത്. സിജു.